സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കർശന മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി. സമ്മാനം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ പ്രതിഷേധത്തിന് ഉപയോഗിക്കരുത് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ജഡ്ജസിനെതിരെ പ്രതിഷേധം അനുവദിക്കില്ല, മത്സരങ്ങൾ ജനാധിപത്യപരമായി എടുക്കണമെന്നും മന്ത്രി 24-നോട് വ്യക്തമാക്കി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. നമ്മളിതിനെ ഒരു ആരോഗ്യകരമായ ഒരു മത്സരമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഗ്രൂപ്പിനെ കിട്ടിയാൽ നല്ല ഒന്നാം തരം ജഡ്ജസ്, കിട്ടിയില്ലെങ്കിലോ ഉടനെ ജഡ്ജസിനെ വളഞ്ഞു വയ്ക്കുക, റോഡിലിറങ്ങി പ്രതിഷേധം രേഖപ്പെടുത്തുക. അതൊന്നും ഈ കൊച്ചു മക്കളുടെ മാത്രം അഭിപ്രായത്തിനനുസരിച്ചായിരിക്കില്ലല്ലോ, തീരുമാനത്തിനനുസരിച്ചായിരിക്കില്ലല്ലോ ഈ കാര്യങ്ങൾ ചെയ്തത്. അതിൽ ടീച്ചർമാർക്കൊരു പങ്കുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് വലിയ പങ്കുണ്ട്. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഒരു വിഭജനമേള ആകെ തന്നെ എൻ്റെ അന്തസ്സും ചന്തവും എൻ്റെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ കാണിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അത്തരം കാര്യങ്ങൾ കാണിച്ചാലേ മതിയാവൂ എന്ന് നിർബന്ധം പിടിക്കുന്നവർ അതെന്ത് വേണമെന്ന് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആലോചിക്കും. അത് ശരിയായ നടപടിയല്ല. ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. ഉമേഷ്, റവന്യൂ ജില്ലാ കലോത്സവങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധങ്ങൾ, വലിയ പരാതികൾ, അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്ന നിലപാട്? ഇതോടൊപ്പം സ്കൂൾ കായികമേളയിലും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സ്കൂൾ കായികമേള അവസാന ദിവസം ഒരു അലങ്കോലപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ഈ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ്. എന്തായാലും കലോത്സവത്തിന് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു താക്കീതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ജഡ്ജിമാർക്കെതിരെ തടഞ്ഞു വെക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാകും. അതിന് വിദ്യാർത്ഥികൾ മാത്രമായിരിക്കില്ല ഉത്തരവാദികൾ, ഇത്തരത്തിൽ അധ്യാപകരും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയെടുക്കുന്നുള്ള താക്കീത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നു. ഉന്മേഷ്.